എൻ്റെ ഇൻസ്റ്റയിലെ ആദ്യത്തെ വോയിസ് ഓവറാണിത്, വിച്ച് ഈസ് പ്യുവർലി ഡെഡിക്കേറ്റഡ് ടു മൈ ബിലൗഡ് ഹസ്ബൻഡ്. 13th ബർത്ത്ഡേ അടിപൊളിയാക്കുവാനുള്ള മാസങ്ങൾ നീണ്ട പ്രിപ്പറേഷൻസ്. ബർത്ത്ഡേ ഈവിലെ മോസ്റ്റ് റൊമാൻറ്റിക് ഡിന്നർ ഡേറ്റ്, പിന്നെ നല്ലൊരു കേക്ക് കട്ടിങ്, അതുകൂടാതെ സദേൺ ഗാർഡ്സിലെ നല്ല അടിപൊളി ഫുഡും കൂടി ആയപ്പോഴേക്കും ബർത്ത്ഡേ ഈവ് വാസ് അടിപൊളി. ബർത്ത്ഡേക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് പുള്ളി എനിക്ക് മേടിച്ചു തന്ന റോസ് ബൊക്കയും ആ ബർത്ത്ഡേ കാർഡുമായിരുന്നു. ആ ബർത്ത്ഡേ കാർഡിൽ ഓരോ വാക്കുകളും എൻ്റെ കുഞ്ഞ് എന്നോട് പറയുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ദ വാസ് സോ പ്രൈസ്ലെസ് ടു മീ. 30ാമത്തെ ബർത്ത്ഡേക്ക് പുള്ളി എനിക്ക് 30 ഗിഫ്റ്റ് തന്ന് എൻ്റെ കണ്ണ് തള്ളിച്ചു. ആദ്യം തന്ന ഏറ്റവും വാല്യുബിൾ ഗിഫ്റ്റ് ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു. അത് 1-2 മാസം മുമ്പ് എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ പലപ്പോഴായി ഞാൻ കാർട്ടിലിട്ട് പിന്നീട് മേടിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇയറിങ്ങുകൾ, ബാങ്കുകൾ, സ്പെക്സ്, ക്യാപ്സ്, 3-4 ജീൻസ്, ടോപ്സ്, പിന്നെ ബാഗുകൾ, ഇവയെല്ലാം കൂടി ഞാൻ പോലും അറിയാതെ എൻ്റെ കാർട്ടിൽ നിന്നും അടിച്ചു മാറ്റി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി തന്നപ്പോൾ ഇത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഓരോ ഗിഫ്റ്റ് റാപ്പുകൾ അൺബോക്സ് ചെയ്യുമ്പോഴും ഞാൻ പോലും അറിയാതെ മനസ്സിലെ നാഗവല്ലിയായി ഞാൻ മാറുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. 30 ഗിഫ്റ്റ് റാപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 48-49 ഗിഫ്റ്റോളം ടോട്ടലി ഉണ്ടായിരുന്നു. ഗിഫ്റ്റുകൾക്കും സർപ്രൈസുകൾക്കും ഒന്നും നമ്മുടെ ലൈഫിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. കാരണങ്ങളൊക്കെ തെറ്റാണെന്ന് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡിന് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.